നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പാലക്കാട് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം. കേരളം BJP ഭരിക്കുന്ന കാലം വിദൂരമല്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ കേരള നിയമസഭയിൽ വീണ്ടും BJP പ്രതിനിധിയുണ്ടാകും. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത തുടർന്നാൽ ഇടപെടുമെന്ന് സുരേഷ് ഗോപി. കേരള ഭരണത്തിന്റെ ചാലകശക്തിയാക്കി BJPയെ മാറ്റുമെന്ന് ജോർജ് കുര്യൻ. ന്യൂനപക്ഷ സമുദായങ്ങളെ വേട്ടയാടാൻ ഇടതു സർക്കാരിനെ അനുവദിക്കില്ല. ഷൊർണൂർ കുളപ്പള്ളി പൊതുമരാമത്ത് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ റോഡ് ഉപരോധ സമരം. SNB ജംഗ്ഷനിൽ നടന്ന സമരത്തെ തുടർന്ന് 10 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ വൻ പ്രക്ഷോഭമെന്ന മുന്നറിയിപ്പ്. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ MK വർഗീസ്. കേന്ദ്രമന്ത്രിയുമായി നടത്തിയത് ആരോഗ്യപരമായ ആശയവിനിമയം. കക്ഷി രാഷ്ട്രീയം വികസനത്തിന് തടസ്സമാകരുത്. തന്റെയും സുരേഷ് ഗോപിയുടെയും ആദർശം വ്യത്യസ്തമെന്നും താൻ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ അസംബന്ധമെന്നും MK വർഗീസ്. വനമഹോത്സവത്തിന്റെ ഭാഗമായി വളർത്തുകാട് പുനഃസ്ഥാപന പദ്ധതിയുമായി സോഷ്യൽ ഫോറസ്ട്രി പാലക്കാട് ഡിവിഷൻ. പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കുഴൽമന്നം കളപ്പെട്ടിയിലെ ഖാദി ബോർഡിന്റെ സ്ഥലത്ത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളർത്തുകാടുകൾ പുനഃസ്ഥാപിക്കുന്നത് ഗ്രാമീണ ആവാസ വ്യവസ്ഥകൾ വീണ്ടെടുക്കാൻ. വാർത്തകൾ വിശദമായി. പാലക്കാട് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും BJP ജില്ലാ കമ്മിറ്റിയുടെ സ്വീകരണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ കേരള നിയമസഭയിൽ വീണ്ടും BJP പ്രതിനിധി ഉണ്ടാകുമെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയായിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് BJPയാണ്. CPMന്റെയും ഇടതു സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും പ്രീണന നയം ജനം തിരിച്ചറിഞ്ഞു. കേരളം BJP ഭരിക്കുന്ന കാലം വിദൂരമല്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അതിനുള്ള കാരണം സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തിന്റെ, നിലവിലുള്ള ഭരിക്കുന്ന കക്ഷിക്കെതിരായിട്ടുള്ള ജനവികാരത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ആനുകൂല്യവും ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാണ് നൽകിയത്. കോൺഗ്രസിനെ ജനങ്ങൾ പരിഗണിച്ചിട്ടേ 18 സീറ്റിലും കോൺഗ്രസ് ആണ് ജയിച്ചത്, UDF ആണ് ജയിച്ചത്. പക്ഷേ ഭരണത്തിനെതിരായിട്ടുള്ള വികാരത്തിന്റെ 1% പോലും കോൺഗ്രസിനോ UDFനോ കിട്ടിയിട്ടില്ല. അവർക്ക് 1% വോട്ട് കുറയുകയാണ് ചെയ്തത്. ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ കേരളത്തെ നയിക്കണം എന്നുള്ളതാണ്. ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർകാരോട് പറഞ്ഞു, തൃശ്ശൂർ എനിക്ക് തരണം. ജനങ്ങൾ 2 കൈയും നീട്ടി അത് സ്വീകരിച്ചു. തൃശൂർ തരണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് താൻ തൃശൂർ ഏറ്റെടുത്തത്. പ്രശ്നവും പരിഹാരവും താൻ നിർദ്ദേശിക്കുമ്പോഴാണ് കേരളത്തിലെ മന്ത്രിമാർക്ക് ആവേശം കൂടുന്നത്. എങ്ങനെയായാലും ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിനാണ് മുൻതൂക്കമെന്ന് സ്വീകരണ യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത പാലിച്ചാൽ ഇടപെടും. പെട്രോളിയം കമ്പനികളുടെ സഹകരണത്തോടെ വിവിധ പദ്ധതികൾ നടപ്പാക്കും. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരള ഭരണത്തിന്റെ ചാലകശക്തിയാക്കി BJPയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ന്യൂനപക്ഷ സമുദായങ്ങളെ വേട്ടയാടാൻ അനുവദിക്കില്ല. മെഡിക്കൽ കോളേജ് വികസനം, വാളയാർ കേസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളും വ്യക്തികളും കേന്ദ്രമന്ത്രിമാർക്ക് നിവേദനം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ PK കൃഷ്ണദാസ്, V. മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, C. കൃഷ്ണകുമാർ, CR പ്രഫുൽകൃഷ്ണ, P. രഘുനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കൊച്ചി പാലം മുതൽ കുളപ്പള്ളി വരെയുള്ള റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ഉപരോധ സമരവുമായി കോൺഗ്രസ്. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SNB ജംഗ്ഷനിലാണ് റോഡ് ഉപരോധിച്ചത്. സമരത്തെ തുടർന്ന് 10 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. कांग्रेस जिंदाबाद
രാവിലെ 10:30 പ്രകടനമായെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഷൊർണൂർ SMB ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചത്. 10:50 ആരംഭിച്ച ഉപരോധ സമരം 10 മിനിറ്റോളം നീണ്ടു. സമരം KPCC എക്സിക്യൂട്ടീവ് അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 8 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ ഇത് PWD ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. സർക്കാർ ഇത് ഉത്തരവാദിയ. മുഖ്യമന്ത്രി ഇതുപോലെയുള്ള യാത്ര ചെയ്യാൻ പറ്റാത്ത റോഡിൽ അദ്ദേഹം വഴിമാറി പോകുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മലപ്പുറം ജില്ലയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ആ ചൂണ്ടൽ തൊട്ട് കേച്ചേരി വരെയുള്ള ഭാഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം വേറെ വഴിയിലൂടെ അദ്ദേഹം പോയത്. അപ്പൊ മുഖ്യമന്ത്രിക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളും എന്ന യാഥാർത്ഥ്യം. പക്ഷേ ഈ റോഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചി പാലം എല്ലാ കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് കൊച്ചി പാലം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. തിരുകൊച്ചിയെയും മലബാറിനെയും വേർതിരിക്കുന്ന ഈ പാലത്തിന്റെ പ്രാധാന്യം, ഈ പാലം തൊട്ടുള്ള റോഡിന്റെ പ്രാധാന്യം, എത്രയോ ചരക്ക് വണ്ടികൾ, എത്രയോ യാത്രാവാഹനങ്ങൾ, ആയിരക്കണക്കായ കാറുകൾ, അതുപോലെ ആളുകളുടെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ കടന്നു പോകുമ്പോൾ എത്ര ആളുകളാണ് ഇവിടെ അപകടം പറ്റിയിട്ട് ജീവൻ ത്യജിക്കേണ്ടി വന്നിട്ടുള്ളത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, സെക്രട്ടറിമാരായ VK ശ്രീകൃഷ്ണൻ, TK ഹമീദ്, K കൃഷ്ണകുമാർ, DCC അംഗം N മോഹൻദാസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, ശിവപ്രകാശ് കൃഷ്ണൻ, പാലോളി ഹുസൈൻ, VP രാധാകൃഷ്ണൻ, അനിൽകുമാർ, ആദിത്യൻ, സരോജിനി, ശാന്തകുമാരി, ശ്രീകലാരാജൻ, PM മുരളീധരൻ, VG ശ്രീനിവാസൻ, അബൂബക്കർ, CV ആഷിഖ്, KB മോഹൻദാസ്, സുശീൽ കുമാർ, PC രാമൻകുട്ടി, കൃഷ്ണൻകുട്ടി, ലീല, രവിദാസ് ശങ്കർ, ശിവദാസൻ കല്ലിപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. റോഡ് വിഷയത്തിൽ MLA മൗനം വെടിയണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. PWD ഓഫീസ് വളയുന്നതുൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനായി VK ശ്രീകണ്ഠൻ MP പട്ടാമ്പി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. തിരുവേഗപ്പുറ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് റോഡ് ഷോ നടന്നത്. റോഡ് ഷോയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ബ്ലോക്ക് കമ്മിറ്റി, മണ്ഡലം നേതാക്കൾ, UDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. സംസാരിക്കുന്നില്ല. 5 കൊല്ലക്കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അടുത്ത 5 കൊല്ലം ഇനിയും ഊർജ്ജസ്വലമായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ വളരെ നിഷ്പക്ഷമായും നീതിപൂർവമായും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ വലിയ തോതിലുള്ളൊരു പിന്തുണയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പിലുണ്ടായത്. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ MK വർഗീസ്. സുരേഷ് ഗോപിയുമായി നടന്നത് മന്ത്രിയുമായുള്ള ആശയവിനിമയം മാത്രമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാനാകില്ല. തന്റെയും സുരേഷ് ഗോപിയുടെയും ആദർശം വ്യത്യസ്തമാണ്. താൻ BJPയിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾ തീർത്തും തെറ്റാണെന്നും താൻ CPMന് ഒപ്പമാണെന്നും മേയർ വ്യക്തമാക്കി. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഞാൻ കോർപ്പറേഷന്റെ മേയറല്ലേ. ഒരു മേയർ എന്ന നിലയ്ക്ക് ഒരു കോർപ്പറേഷന്റെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്നത്തെ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോകേണ്ടതെന്നാണെങ്കിൽ എന്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ ഒരു അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് പോകാൻ നിർബന്ധിതമാണ്. ഞാൻ പോകുന്നു. അത് പോയി കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയം തന്നെ വേറെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഇതുപോലെ തന്നെ പല സംരംഭങ്ങളിലും മുമ്പും ഇതുപോലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ട്. അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ രാജ്യസഭ MP ചെയ്യുന്ന സമയത്ത് 1 കോടി രൂപ തന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്, നമ്മുടെ അവിടെ ഒരു പുരോഗതി നമ്മളെ അത്യാവശ്യമല്ലേ. ആ പുരോഗതിക്ക് അദ്ദേഹം പല പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കുന്നത് നല്ല കാര്യം. അത് തൃശ്ശൂർക്കാർക്ക് ഗുണകരമായി വരണ്ടേ. സംസ്ഥാനത്ത് LP സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. ലോവർ പ്രൈമറി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച ഹെൽത്തി കിഡ്സ് എന്ന പദ്ധതി സംസ്ഥാന വ്യാപകമായി മുഴുവൻ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന്
കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ LP സ്കൂളുകളിൽ കായികാധ്യാപകരെ നിയമിക്കണമെന്ന ആവശ്യം ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ LP സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ് സർക്കാർ ഒരുക്കി നൽകിയിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ സബ്മിഷൻ ഉന്നയിച്ചു. LP സ്കൂളുകളിൽ സ്വാഭാവികമായും കായിക അധ്യാപകരെ നിയമിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ താഴെ ഉയർന്നു വരുന്നുണ്ട്. എൻ്റെ ചോദ്യം, LP സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്തെല്ലാം സൗകര്യങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിശദമാക്കാം. ലോവർ പ്രൈമറി വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് കായിക വകുപ്പ് 25 സ്കൂളുകളിൽ പ്ലേ ഫോർ ഹെൽത്ത് എന്ന പദ്ധതി നടപ്പിലാക്കിയത് ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ 30ഓളം സ്കൂളുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയിൽ ഉയർന്നുവന്ന നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ സാമൂഹിക സംഘടനകളുടെ സഹായത്തോടെ 140 സ്കൂളുകളിൽ കൂടി ഈ പദ്ധതി നടപ്പിലാക്കാൻ ധാരണയായിട്ടുണ്ടെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സഭയെ അറിയിച്ചു. STV ന്യൂസ് ഡെസ്ക്. വനമഹോത്സവത്തിന്റെ ഭാഗമായി വളർത്തുകാട് പുനഃസ്ഥാപന പദ്ധതിയുമായി സോഷ്യൽ ഫോറസ്ട്രി പാലക്കാട് ഡിവിഷൻ കുഴൽമന്നം കള്ളിപ്പെട്ടിയിൽ ഖാദി ബോർഡിന്റെ സ്ഥലത്താണ് വന പുനഃസ്ഥാപന പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി നിർവഹിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വളർത്തുകാട് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമീണ ആവാസ വ്യവസ്ഥകളെ തിരികെ എത്തിക്കാൻ കഴിയും വിധമാണ് സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഖാദി ഗ്രാമവ്യവസായ വകുപ്പ് കോർഡിനേറ്റർ S കൃഷ്ണ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലബ്ബ, BS ഭദ്രകുമാർ, V മോഹനചന്ദ്രൻ, കൃതിമ പാരിജാൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുപ്രസിദ്ധ മോഷ്ടാവ് ചെമ്മല ബഷീർ ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ ബഷീറിനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പിടികൂടിയത്. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഷൊർണൂർ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് 48 വയസ്സുള്ള മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി ചെമ്മല ബഷീർ. ഷൊർണൂരിൽ 2 വീടുകളിൽ നടത്തിയ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ബഷീർ പോലീസിന്റെ പിടിയിലായത്. 2 കവർച്ചാ കേസുകളിലായി ഒരു വീട്ടിൽ നിന്ന് 6 പവനും മറ്റൊരിടത്തു നിന്ന് 1.5 പവനും ഉൾപ്പെടെ 7.5 പവൻ സ്വർണം പ്രതി കവർന്നിരുന്നു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ബഷീറിനെതിരെ കേസുണ്ട്. CI രഞ്ജിത്ത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം SI മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ASI ജോളി, CPOമാരായ റഷീദ്, റിയാസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൂനത്തറ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. SSLC, VHSC വിജയികളെയാണ് PTA, SMC, സ്റ്റാഫ് കൗൺസിൽ എന്നിവർ സംയുക്തമായി അനുമോദിച്ചത്. ഏറ്റവും മികച്ച വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തെ ഇങ്ങനെ തന്നെ നിലനിർത്തി പോരുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആ റെസ്പോൺസിബിലിറ്റി നിങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഓരോ വിദ്യാലയ വർഷവും ആരംഭിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്രയും സംബന്ധിച്ച് അങ്ങനെയാണ്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കേണ്ടത് എന്ന് ഒരു വിദ്യാലയത്തിനകത്തിരുന്നു കൊണ്ട് അധ്യാപക സമൂഹം ഏറ്റെടുക്കുന്ന രീതിയും ഇത്രയ്ക്ക് പ്രത്യേകിച്ചുള്ളതാണ്. വിജയോത്സവത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ C ജിനേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. പ്രധാനാധ്യാപിക DP നിർമ്മല റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ വിശിഷ്ടാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, PTA പ്രസിഡന്റ് DB രഘുനാഥ്, SMC ചെയർമാൻ VP സുനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് ഷിജി, മുൻ PTA പ്രസിഡന്റ് സതീഷ് കുമാർ, OSA പ്രസിഡന്റ് KP ബാലൻ, VHSC സ്റ്റാഫ് സെക്രട്ടറി K സഹദേവൻ, മുൻ PTA പ്രസിഡന്റ് രാമദാസ്, മുൻ വൈസ് പ്രസിഡന്റ് മധുസൂദനൻ, സ്റ്റാഫ് സെക്രട്ടറി P പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അപകട സാധ്യത മുന്നിൽ കണ്ട് സംയോജിത ഇടപെടൽ മൂലം വൈദ്യുതി ദുരന്തത്തിൽ നിന്ന് നാടിന്റെ തന്നെ രക്ഷകനായി മാറിയ പേരൂർ ASB സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഋദ്ദിഖിന് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദരം. ആദരിക്കൽ ചടങ്ങ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ ആ പ്രദേശത്തിന്റെ തന്നെ ഒരു അപകടം ഒഴിവാക്കാനായിട്ട് നമുക്ക്
മനസ്സുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പം എന്തായാലും ആ ഒരു അപകടം ഒഴിവാക്കി എന്നുള്ളതല്ല, 7 വയസ്സായ ഒരു കുട്ടി, ഇത്രയും ചെറിയ ഒരു കുട്ടിയെ അഭിനന്ദനത്തിന്റെ പ്രവാഹമാണ് ഈ 2-3 ദിവസങ്ങളായിട്ട്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു നല്ലൊരു അനുഭവമാണ് ജീവിതത്തിൽ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത റിദ്ദിഖിന് പഞ്ചായത്തിന്റെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് അംഗം എ ഷിഹാബ്, ഷെഫീന നജീബ്, TR ശശി, കുടുംബശ്രീ അക്കൗണ്ടന്റ് ഷീമ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാനായി ശ്രദ്ധിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ച് KCB AE പ്രേംകുമാർ ക്ലാസ് എടുത്തു. ആദരവിന് റിദ്ദിഖ് മണ്ണൂർ പഞ്ചായത്തിന് നന്ദി പറഞ്ഞു. റിദ്ദിഖിന്റെ മാതാവ് അഞ്ജലിയും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SSF പട്ടാമ്പി ഡിവിഷൻ സാഹിത്യോത്സവ് ജൂലൈ 13-14 ദിവസങ്ങളിലായി ഞാങ്ങാട്ടിരിയിൽ നടക്കും. 140 ഇന മത്സരങ്ങളിൽ 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് SSF ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SSF പട്ടാമ്പി ഡിവിഷന്റെ 31ാമത് എഡിഷൻ സാഹിത്യോത്സവ സാഹിത്യ സമൂഹ സാകല്യ പ്രതിരോധം എന്ന പ്രമേയത്തിലാണ് സംഘടിപ്പിക്കുന്നത്. ജൂലൈ 13-14 ദിവസങ്ങളിലായി ഞാങ്ങാട്ടിരി മർഹൂം ഉമർ അൽഹാസനി നഗറിൽ സംഘടിപ്പിക്കും. 8 വേദികളായി മത്സരങ്ങൾ നടക്കും. സമൂഹത്തിന് കലകളിലൂടെ ദിശാബോധം നൽകുക എന്നതാണ് കഴിഞ്ഞ 30 വർഷങ്ങളായി SSFന്റെ സാഹിത്യോത്സവ് ചെയ്യുന്നത്. 68 യൂണിറ്റ് കേന്ദ്രങ്ങളിലും പിന്നീട് 8 സെക്ടർ കേന്ദ്രങ്ങളിലും പൂർത്തീകരിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ ഡിവിഷൻ സാഹിത്യോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ ഒരുങ്ങുന്നത്. പട്ടാമ്പി, ഷൊർണൂർ നഗരസഭകൾ, പരുതൂർ, മൂതല, ഓങ്ങല്ലൂർ, വല്ലപ്പുഴ, തൃത്താല പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ 5000-ഓളം മത്സരാർത്ഥികൾ 140-ലധികം മത്സരങ്ങളിൽ പങ്കെടുക്കും. ശനിയാഴ്ച വൈകിട്ടാണ് പരിപാടി ആരംഭിക്കുക. സാഹിത്യ സമൂഹം സാകല്യ പ്രതിരോധം എന്ന പ്രമേയത്തിൽ സാഹിത്യ ചർച്ചയും നടക്കും. യൗവനങ്ങളുടെ സർഗപ്പോര് ഫാമിലികളിൽ തുടങ്ങി പിന്നീട് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ കൂടി 8 സെക്ടർ കേന്ദ്രങ്ങളിലും പൂർത്തീകരിച്ച ശേഷമാണ് വിദ്യാർത്ഥികൾ ഡിവിഷൻ സാഹിത്യോത്സവം മാറ്റുരക്കുന്നത്. പട്ടാമ്പി, ഷൊർണൂർ നഗരസഭകൾ, പരുതൂർ, മുതുതല, തൃത്താല, വല്ലപ്പുഴ, ഓങ്ങല്ലൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ 1000-ഓളം മത്സരാർത്ഥികൾ 140-ലധികം മത്സരങ്ങളിലാണ് മാറ്റുരക്കുക. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ കേരള പാർലമെന്റ് കാര്യമന്ത്രി MP രാജേഷ് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് മുഹമ്മദ് അൻസുറുദ്ദീൻ, മുഹമ്മദ് അഷ്റഫ് പട്ടാമ്പി, ഷിഹാബുദ്ദീൻ സഖാഫി, ഹവാസ് സഖാഫി, മുസ്തഫ മൂയിനി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം. കേരളം BJP ഭരിക്കുന്ന കാലം വിദൂരമല്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ കേരള നിയമസഭയിൽ വീണ്ടും BJP പ്രതിനിധിയുണ്ടാകും. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത തുടർന്നാൽ ഇടപെടുമെന്ന് സുരേഷ് ഗോപി. കേരള ഭരണത്തിന്റെ ചാലകശക്തിയാക്കി BJPയെ മാറ്റുമെന്ന് ജോർജ് കുര്യൻ. ന്യൂനപക്ഷ സമുദായങ്ങളെ വേട്ടയാടാൻ ഇടതു സർക്കാരിനെ അനുവദിക്കില്ല. ഷൊർണൂർ കുളപ്പള്ളി പൊതുമരാമത്ത് റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ റോഡ് ഉപരോധ സമരം. SNB ജംഗ്ഷനിൽ നടന്ന സമരത്തെ തുടർന്ന് 10 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡ് നവീകരണം ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ വൻ പ്രക്ഷോഭമെന്ന് മുന്നറിയിപ്പ്. സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ടെന്ന് തൃശൂർ മേയർ MK വർഗീസ്. കേന്ദ്രമന്ത്രിയുമായി നടത്തിയത് ആരോഗ്യപരമായ ആശയവിനിമയം. കക്ഷി രാഷ്ട്രീയം വികസനത്തിന് തടസ്സമാകരുത്. തന്റെയും സുരേഷ് ഗോപിയുടെയും ആദർശം വ്യത്യസ്തമെന്നും താൻ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ അസംബന്ധമെന്നും MK വർഗീസ്. വനമഹോത്സവത്തിന്റെ ഭാഗമായി വളർത്തുകാട് പുനഃസ്ഥാപന പദ്ധതിയുമായി സോഷ്യൽ ഫോറസ്ട്രി പാലക്കാട് ഡിവിഷൻ. പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കുഴൽമന്നം കളപ്പെട്ടിയിലെ ഖാദി ബോർഡിന്റെ സ്ഥലത്ത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളർത്തുകാടുകൾ പുനഃസ്ഥാപിക്കുന്നത് ഗ്രാമീണ ആവാസ വ്യവസ്ഥകൾ വീണ്ടെടുക്കാൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.